തിരുവമ്പലം അങ്കണവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്ത്. കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ചോർച്ച കാരണം ചുമരുകൾ കുതിർന്നത് കെട്ടിടത്തിന് ഭീഷണിയാകുന്നു എന്നും എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ അറ്റകുറ്റപ്പണികൾ തീർക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. മേൽക്കൂരയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ചോർച്ചയ്ക്ക് പ്രധാന കാരണം. അടുത്തുള്ള തോട്ടത്തിൽ നിന്നും വീഴുന്ന റബ്ബറിന്റെ ഇലകളും വെള്ളക്കെട്ടിന് കാരണമാകുന്നു. കെട്ടിടത്തിന്റെ മുകളിലേക്ക് റബ്ബർ മരങ്ങൾ ചാഞ്ഞു നിൽക്കുന്ന അവസ്ഥയുമുണ്ട്. മുറ്റത്ത് വിരിച്ച കട്ടകളിലും പൂപ്പൽ പിടിച്ച വഴുക്കലുള്ളതിനാൽ കുട്ടികളും രക്ഷിതാക്കളും തെന്നി വീഴുന്നു. 11 കുട്ടികളും 2 ജീവനക്കാരുമാണ് ഇവിടെയുള്ളത്. കുട്ടികൾ ഉറങ്ങുന്ന മുറിയുടെ ചുമരിലും നനവുണ്ട്. 19 വർഷം പഴക്കമുള്ള കെട്ടിടം വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ച് മേൽക്കൂര കോൺക്രീറ്റ് ചെയ്തതാണ്. അറ്റകുറ്റപ്പണിക്ക് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും നടത്താൻ തയ്യാറായിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നു. ചോർച്ചുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു സുരക്ഷിതമായിട്ട് ഇരുത്തണം. ഞങ്ങൾക്ക് അത്രമാത്രമേ പറയുള്ളൂ. ഭൂമി കൂടെ കയറാൻ ഇതിൻ്റെ വയസ്സായതാണ്. അപ്പോൾ അത് കൂടെ കയറാൻ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും വിളിച്ചിട്ട് വേണം ചെയ്യിക്കുക. ചില അമ്മമാരോട് പറഞ്ഞാൽ അവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല ഫോണിൽ കൂടെ അവർ പറയുന്നുണ്ട്. നല്ല ചോർച്ച പറഞ്ഞാൽ ചില ഇടങ്ങളിൽ ചോർച്ച ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ അമ്മമാരും അങ്ങനെ പറയുന്നത് പേടിയാവുകയാണ്. കെട്ടിടം കുറേ കാലമായില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് എന്തെങ്കിലും മോള് ഷീറ്റ് വേണമെന്ന് മാത്രമേ പറയാറുള്ളൂ. മുകളിൽ കയറാൻ വീതി ഒട്ടുമില്ലാത്ത വളരെ ചെറിയൊരു ഇരുമ്പ് ഏണിയാണുള്ളത്. അതിലൂടെ കയറി മുകൾ ഭാഗം വൃത്തിയാക്കാൻ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. മേൽക്കൂരയും ബാധിക്കാത്ത രീതിയിൽ റൂഫിംഗ് പോലെയുള്ള മാർഗമോ മറ്റോ ചെയ്തുകൊണ്ട് പരിഹാരം കാണണമെന്നും കെട്ടിടത്തിനു പരിസരങ്ങളിലായി ഭീഷണിയായി നിൽക്കുന്ന റബ്ബർ അടക്കമുള്ള മരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചുമാറ്റി കുരുന്നുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണമെന്നും BJP മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടു. ചോർച്ച മാറ്റി അറ്റകുറ്റപ്പണി ചെയ്യാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ശോചനീയ അവസ്ഥയ്ക്ക് കാരണമാകുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന തിരുവമ്പലം അങ്കണവാടിയുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. ഏകദേശം 11 കുട്ടികളും 2 അങ്കണവാടി ഒരു ടീച്ചറും ഒരു ഹെൽപ്പറും അടങ്ങുന്ന 13 പേര് ഉള്ള ഈ സ്ഥാപനം ഇന്ന് മേൽക്കൂരയിൽ നിന്നും വെള്ളം ചോർന്നു വീണുകൊണ്ട് ഈ അങ്കണവാടിയുടെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും വെള്ളം ഊർന്നിറങ്ങുന്ന സംവിധാനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അടിയന്തരമായിട്ട് ഇതിൻ്റെ മേൽക്കൂരയ്ക്ക് പ്രശ്നം പറ്റാത്ത രീതിയിൽ റൂഫിംഗ് പോലുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ തയ്യാറാവണം. അതുപോലെ തന്നെ ഒരു അങ്കണവാടി എന്ന് പറയുമ്പോൾ ഈ അങ്കണവാടിയുടെ പ്രധാനമായ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മരങ്ങൾ, ഈ റബ്ബർ മരങ്ങൾ അടക്കമുള്ള വലിയ വലിയ മരങ്ങൾ ഈ മറ്റേ അങ്കണവാടി കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഭീഷണിയായി നിലനിൽക്കുകയാണ്. ഇത് പഞ്ചായത്തിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് മുറിച്ചു മാറ്റാനുള്ള നടപടിയെടുക്കണം. അതുപോലെ തന്നെയാണ് ഈ ഇവിടേക്ക് കയറി വരുന്ന സമയത്ത് ഈ പൂക്കളെല്ലാം പിടിച്ചുകൊണ്ട് ഈ റബ്ബറിൻ്റെ ഇല പൊഴിഞ്ഞ് ഇവിടെ വീണ് ആളുകൾ വഴുക്കി വീഴുന്ന സാഹചര്യമാണുള്ളത്. കുട്ടികൾക്ക് ഭയങ്കരമായ രീതിയിൽ അപകടം പറ്റാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം വളരെ സുതാര്യമായി നല്ല രീതിയിൽ നടക്കണമെങ്കിൽ പഞ്ചായത്തിൻ്റെ അധികാരികൾ ഉടൻ ഇതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ രക്ഷിതാക്കളടക്കം ഇവിടുത്തെ ടീച്ചറും അടക്കമുള്ള ആളുകൾ പഞ്ചായത്തിലേക്ക് പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പരാതികൾ തീർപ്പാക്കാനോ അതിൽ നടപടിയെടുക്കാനോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. നമുക്കറിയാം, കടമ്പഴിപ്പുറം പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അടക്കമുള്ള കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ധാരാളം കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരാൾക്കും ഉപയോഗശൂന്യമായിട്ടാണ് ആ കെട്ടിടങ്ങൾ നിൽക്കുന്നത്. കണ്ണൂർശിയിലെ റിക്രിയേഷൻ ക്ലബ്ബായാലും 25 ലക്ഷം രൂപ ചിലവഴിച്ച റിക്രിയേഷൻ ക്ലബ്ബ് കടമ്പഴിപ്പുറം പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ഇതുപോലുള്ള ധാരാളം കെട്ടിടങ്ങൾ ആളുകൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ചെറിയ ഒരു സംഖ്യ ഇതിലേക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴയൊക്കെ വരുന്ന സമയത്ത് റബ്ബർ മരങ്ങൾ പോലുള്ള സംവിധാനങ്ങളിൽ വേര് ബലമില്ലാത്ത സമയത്ത് ഈ റബ്ബർ മരങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വീഴാനുള്ള സ്ഥിതിയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ ഇവർ തയ്യാറാകണം. അതല്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ നിയമ നടപടികളും സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്.